ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ദേവസ്വം വിജിലൻസിനും ഇന്ന് നിർണായക ദിവസം. പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് ദേവസ്വം വിജിലൻസിന്റെ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളും അന്വേഷണ പരിധിയിൽ വരും. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, ഈ വിവാദവുമായി ബന്ധപ്പെട്ട അടിമുടി ദുരൂഹതകളും സംശയങ്ങളുമുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിലും അത് ഇത്രയും ദിവസം അതിന്റെ തൂക്കം കുറഞ്ഞതിലും അത് പ്രദർശിപ്പിച്ചതിലും പിന്നീട് തങ്കകവാടം പ്രദർശിപ്പിച്ചതിലുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ വിവാദങ്ങളുടെ സംശയങ്ങളുടെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത്. ഇന്ന് ദേവസ്വം വിജിലൻസിന്റെ നടപടികൾ നിർണായകമാണ്. റിനു ശ്രീധർ. പ്രവിത, എന്തായാലും നിർണായകമായിട്ടുള്ള ദിവസമാണ് ദേവസ്വം വിജിലൻസിനും ഒപ്പം ഉണ്ണികൃഷ്ണ പോറ്റിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ ശബരിമലയിലെ സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് അടക്കം പോകുന്ന സാഹചര്യത്തിൽ വിജിലൻസിന് കണ്ണടച്ചിരിക്കുവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. നിലവിൽ ഒരു നോട്ടീസോ ഒന്നും തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടില്ല ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി. അതേസമയം കസ്റ്റഡിയിൽ എടുക്കുമോ എന്നുള്ള കാര്യവും നിലവിൽ വിവരം ലഭ്യമായിട്ടില്ല. അതേസമയം ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യും എന്നുള്ള ഒരു വിവരം ലഭ്യമാകുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ അതിനുള്ള ഒരു വിവരം നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. നേരത്തെ 2 പ്രാവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, അദ്ദേഹം ശബരിമലയിൽ നിന്ന് പോയത് ചെമ്പ് പാളി തന്നെയാണ് കൊണ്ടുപോയത് സ്വർണം പൂശാൻ വേണ്ടി. അത് ദേവസ്വം ബോർഡിന്റെ രേഖകളിലും വ്യക്തമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യവുമാണ്. പക്ഷേ എവിടെയാണ് ഈ അട്ടിമറി നടന്നത് എന്നുള്ളത് കൃത്യമായി വിജിലൻസിന് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയോഗിക്കുവാൻ സാധ്യതയുണ്ട്. അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നുള്ള ഒരു വിവരവും വരുന്നുണ്ട്. പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും സർക്കാർ തീരുമാനം. എന്തായാലും ഇന്ന് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം 9-ാം തീയതി പത്തനംതിട്ടയിലും വലിയ രീതിയിലുള്ള ഒരു അയ്യപ്പ സംഗമം, അതേ മോഡലിൽ തന്നെ ഒരു പ്രതിഷേധ സംഗമം നടത്തുവാൻ വേണ്ടി കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ സ്വർണ്ണ പാളി അടക്കമുള്ള കാര്യങ്ങൾ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് പൂജ നടത്തി പണപ്പിരിവ് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ. ഒപ്പം ഈ സ്വർണ്ണ തകിട് വിജയമല്യ ശബരിമലയിൽ സമർപ്പിച്ച ഈ സ്വർണ്ണ തകിട് ഏത് തരത്തിൽ ഇതൊരു ചെമ്പ് തകിടായി മാറി എന്നുള്ളതാണ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടുന്നത്. എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും വിജിലൻസ് നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. 2 പ്രാവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്തിട്ടുണ്ട്. നിലവിൽ നോട്ടീസൊന്നും നൽകിയില്ലെങ്കിൽ പോലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിൽ ഈ വിവാദങ്ങളുടെ സംശയങ്ങളുടെ ഒക്കെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ദേവസ്വം വിജിലൻസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.